ഗൗരി പോയിന്റ് എംബ്രോയിഡറിയിൽ വന്നേക്കുന്ന ഡിസൈൻ പാറ്റേൺ നോർമലിൽ നിന്നൊരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ അതിനെ ഇന്ന് നല്ല ഭംഗിയായിട്ടുള്ള ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ വന്നേക്കുന്നത്. ഡിഫറെന്റ് അല്ലേ ലുക്ക്? യെസ്. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ അതെ, പാറ്റേൺ. ഇതിനകത്ത് ആക്ച്വലി മൾട്ടിപ്പിൾ ഷെയ്ഡ്സിന്റെ കൂടെ ഈ സാരിയുടെ എല്ലാ കളേഴ്സും ഈ സാരിയുടെ കൂടെ പോവുകയും ചെയ്യും. ബിക്കോസ് അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുത്ത പ്രിന്റ് ആണ്. അതിനകത്തൊരു ജാക്കറ്റ് പാറ്റേണിലും വരുന്നുണ്ട് ആൻഡ് ബ്ലൗസസും വരുന്നുണ്ട്. ലിനൻ ആണ് മെറ്റീരിയൽ, പ്യുവർ ലിനൻ ആണ്, ക്രോഷ്യ ലേസ് കൊടുത്തിട്ട്. ആ ബ്ലൗസിന്റെ ഡീറ്റെയിൽസ് ഫോട്ടോ നമ്മുടെ വെബ്സൈറ്റിലുണ്ടാവും. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ 1 മീറ്റർ മെറ്റീരിയൽ 999 റേഞ്ചിൽ അല്ലേ? അതെ, ആ റേഞ്ചിനകത്താണ് വന്നേക്കുന്നത്. അതിനകത്ത് ഒരു ബട്ടൺ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മള് അതൊന്ന് കാണിച്ചു കൊടുത്തേ. പിന്നെ വേറൊരു ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ ഇതിപ്പോ ഇത് ഞാൻ പ്രിൻസസിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ എംപയറിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാക്ക് ലുക്ക് നമുക്ക് ഫ്രണ്ടിൽ വേണമെങ്കിലും കൊണ്ടുവരാം. അത് മാത്രമല്ല ഒരു പ്ലെയിൻ സ്കേർട്ടിന്റെ കൂടെ ഇട്ടാലും നല്ല. അപ്പം ഇന്ന് നമുക്ക് അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വന്നേക്കുന്ന കളർ ഷെയ്ഡ്സ്. ഇപ്പോൾ ഗൗരി ഇട്ടിരിക്കുന്ന ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഇത്രയും കളർ ഷെയ്ഡ്സ് ഉണ്ട്. അത് മാത്രമല്ല ഒരു ഡിസൈനും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ ഡിസൈനിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഒന്ന് കാണിച്ചു തരാം. ഇനി മതി. അപ്പോൾ ഫസ്റ്റ് വൺ ഗൗരി കൊടുത്തിരിക്കുന്നതാണ്. ഒരു സെമി ടെസർ അല്ലെങ്കിൽ സെമി ജൂട്ട് ടെക്സ്ചറിങ് ആയിട്ടുള്ള പ്രിന്റിംഗ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. വീവിംഗ് പാറ്റേൺ ഡാർക്കർ ആൻഡ് ലൈറ്റർ യാൺസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വീവിംഗ് സ്റ്റൈൽ തന്നെയാണ്. അതിനകത്ത് ഫുൾ ഒരു ടെക്സ്ചറിങ് ലുക്ക് വരുന്നുണ്ട്. ഒരു ലെങ്ത് വൈസ് എലൂഷനും നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഹൈറ്റ് ഫീലിംഗും കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ കാഞ്ചീപുരം സാരീസിലൊക്കെ കാണുന്ന പോലത്തെ അല്ലെങ്കിൽ ബനാറസി സാരീസിലൊക്കെ കാണുന്ന പോലത്തെ ബൂട്ട പ്ലേസ്മെന്റ്, ബോർഡർലെസ് കാറ്റഗറിക്കകത്ത് ബൂട്ട പ്ലേസ്മെന്റ് ഭയങ്കര പോപ്പുലർ ആണല്ലോ, എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ നമ്മളൊരു ബഡ്ജറ്റ് റേഞ്ചിലോട്ട് കൊണ്ടുവന്നിരിക്കുന്ന, എന്നാൽ നമ്മുടെ പോയിന്റ് എംബ്രോയിഡറി സ്റ്റിച്ചിനെ വിടാതെ പെട്ടെന്ന് കണ്ട ഒരു ക്രോസ് സ്റ്റിച്ച് ആണോ പോയിന്റ് എംബ്രോയിഡറി ആണോ എന്നൊരു കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിൽ വന്നിരിക്കുന്ന ബൂട്ട ഡിസൈൻ. പാർട്ടി വെയർ ലുക്ക് ആണ് കേട്ടോ. നമുക്കൊരു സെമി ഒക്കേഷണൽ ആയിട്ടൊക്കെ ഇപ്പൊ നമുക്കൊരു റിസപ്ഷൻ ഒക്കെ പോകണമെങ്കിൽ നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതെ, ലൈറ്റ് വെയിറ്റ് ആണ്. എന്നാൽ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. നമുക്ക് ഈ ഒരു ലൈറ്റ് അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇത്. സെൽഫ് കളർ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് അത്ര ഒരു അങ്ങനെ തോന്നത്തില്ല. ഇതിപ്പം ആ ഒരു പ്രിന്റ് അടിയിൽ വരുമ്പോഴത്തേക്കും മോസ്റ്റ്ലി മൾട്ടി കളർ പ്രിന്റ്സ് ആയതുകൊണ്ടാണ് അത് പോപ്പപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ ഒന്നും ഒട്ടും പോപ്പപ്പ് ചെയ്ത് കാണില്ല അതിനകത്തൊന്നും. അപ്പം ഇതാണ് ആ സാരിയുടെ ലുക്ക്. ഫുൾ സാരിയിൽ നമ്മുടെ പൂമ്പൊടി പോലെ അല്ലെങ്കിൽ 3 കുഞ്ഞു പൂക്കൾ, കുഞ്ഞു മോട്ടിഫായിട്ടുള്ള ഒരു സ്കാറ്റർ ആണ്. ഹാൻഡ് ബ്ലോക്കിലൊക്കെ വരുന്ന പോലത്തെ തന്നെ വരുന്ന ഒരു കുഞ്ഞു മോട്ടീഫാണ്. ആൻഡ് ഇവിടെ വന്നേക്കുന്നത് ഒരു ഇച്ചിരിയും കൂടെ ആ സെയിം മോട്ടീഫിന് തന്നെ വലുതായിട്ടുള്ളൊരു പ്ലേസ്മെന്റും കൂടാതെ അതിനകത്തൊരു ഫ്ലവേഴ്സിന്റെ പാറ്റേൺ സ്റ്റൈലും കൂടെ വന്നിട്ടുണ്ട്. വൈറ്റ് ത്രെഡും അതിനകത്ത് ഇച്ചിരിയും കൂടെ ഒന്ന് എൻലാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എംഫസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു പേൾസ് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. പേൾസ് കൊടുത്താൽ അത് ഹൈലൈറ്റ് ചെയ്ത് ഇച്ചിരിയും കൂടെ ഒരു ഹെവി പാർട്ടി ലുക്കിലോട്ട് വെയിറ്റ് വരും. അതോടൊപ്പം തന്നെ ആ പാർട്ടി ലുക്കിലോട്ടും പോകാം. അപ്പം ത്രൂ ഔട്ട് ദി സാരിയിൽ പ്ലേസ്മെന്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. പല്ലുവിന് എക്സ്ട്രാ അഡീഷൻസ് ഒന്നുമില്ല, നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് വന്നേക്കുന്നതാണ്. റണ്ണിങ് ഫാബ്രിക്കിന് ടാസിൽസ് അഡീഷണൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനൊരു റണ്ണിങ് ഫാബ്രിക്കിനെ ഒരു സാരിയുടെ ഗ്രേസിലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഇച്ചിരി ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തേക്കുന്നത്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ ആയിട്ട് ഈ സെയിം ഫാബ്രിക് തന്നെ റൺ ചെയ്ത് വന്നേക്കുന്നതാണ് എൻ്റെ ബ്ലൗസ് പീസ്. ബ്ലൗസിൽ വർക്ക് ഒന്നും വന്നിട്ടില്ല, പ്ലെയിൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ആ ഷെയ്ഡ് ഒന്ന് വെച്ച് കാണിക്കല്ലേ ഈ ബ്ലൗസിന്റെ കൂടെ? യെസ്, ഓരോരോ ഷെയ്ഡ്സും വെച്ച് കാണിച്ചു. ഇതൊരു ലാവൻഡറിന്റെ ഒരു ഗ്രേ ചേർന്നിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. അതായത് ഇപ്പൊ ലിയ ഈ തവണത്തെ ബർത്ത്ഡേക്ക് തീം പറഞ്ഞേക്കുന്ന ഈ ഒരു കളർ ഷെയ്ഡാണ്. തപ്പണം, ഫുൾ കോൺസെപ്റ്റ് അതിനകത്ത് ചുറ്റിന് ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് അതിന്റെ ലുക്ക്. 2 ഷെയ്ഡ് ലെയറായിട്ട് പിടിച്ചേക്കുന്നത്. ആ ലോവർ ലെയറിന്റെ ഒരു കളർ മാറി കസ്റ്റമേഴ്സിന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിവർത്തി കൊടുത്തപ്പോൾ അത് ഫുള്ളായി നിവർന്നു പോയി. ഇനി ഞാൻ അടുത്ത ഷെയ്ഡ് പിടിച്ചു, ഗ്രീൻ. ഇതെല്ലാം ബ്ലൗസിനോട് ചേരുന്നുണ്ട്. ഇത് ആക്ച്വലി ആ ബ്ലൗസിൽ നമ്മൾ ക്ലോസറിൽ ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഈ കളേഴ്സ് എല്ലാം തന്നെ അതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വേറൊരു ടോൺ ഓഫ് ഗ്രീൻ ആണ്. ഇത് കുറച്ചൊരു ഗ്രേ ടച്ച് കൂടുതലാണ്. നമ്മൾ ഉടുത്തിരിക്കുന്ന സാരിയിൽ ഇച്ചിരിയും കൂടെ ഒരു ലൈറ്റ് ഗ്രീനിന്റെ ലീഫ് ഗ്രീനിന്റെയും അന്ന് തളിരിലയുടെ ഒക്കെ ഒരു ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇത് ഇച്ചിരിയും കൂടെ ഒരു മറ്റേ നമ്മുടെ അടഞ്ഞ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഗ്രേഷ് ഗ്രീൻ. അതെ, നമ്മൾ അടഞ്ഞു പോവില്ല കേട്ടോ കൊടുക്കുമ്പോഴത്തേക്ക്. വൈറ്റ് കളേഴ്സ് വന്നേക്കുന്നതാണ്. ഈവൻ ലക്നൌവിയുടെ ബ്ലൗസസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും നല്ലതായിരിക്കും. ഹക്കോബ ബ്ലൗസസ്, ലക്നൌവി ബ്ലൗസസ്. ഇനി നെക്സ്റ്റ് കളർ ഏറ്റവും അധികം ഈ ബ്ലൗസിന് മാച്ച് ചെയ്യുന്ന സാരി.
ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും ഇപ്പം ഈ ഒരു ഡിസൈൻ എന്തെങ്കിലും ഒരു ഇച്ചിരി ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വൺ മോർ ഡിസൈൻ പാറ്റേൺ കുറച്ചും കൂടി edgy ആയിട്ടുള്ള ഒരു design. ഒരു പിങ്ക് വെച്ചോ, ഞാൻ ഈ പിങ്ക് തന്നെ വെച്ച് കാണിക്കാം. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്ത് കസ്റ്റമേഴ്സിനെ സിമിലർ ലുക്കാണ്, ബോഡിയിലെ മോട്ടീഫിനും വ്യത്യാസം വരുന്നുണ്ട്, എന്നാലും ഓൾമോസ്റ്റ് സെയിം സ്പ്രെഡ് പാറ്റേൺ തന്നെയാണ് വന്നേക്കുന്നത്. ഇതാണ് രണ്ട് സാരിയും കൂടെ ഡ്രേപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള ലുക്ക് വന്നേക്കുന്നത്. അപ്പം ഇതിൻ്റെയും ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോരോ കളേഴ്സായിട്ട് കാണിക്കാം. ഇപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ക്ലോസറിൽ കണ്ടോ, ഇതിൻ്റെ രണ്ടിൻ്റെയും മോട്ടീവ് ഡിഫറൻസസ് വന്നേക്കുന്നത്. ഈ മോട്ടീഫ് രണ്ടും തമ്മിൽ ഇതൊരു ക്ലിയർ ഫ്ലോറൽ പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഇത് ഇച്ചിരിയും കൂടി ഒരു ജോമെട്രിക്കൽ ബേസിലാണ് വന്നേക്കുന്നത്. ഇതൊരു ഹാഫ് സൺറൈസ് പോലത്തെ ഡിസൈനാണ് ബോഡിയിൽ വന്നേക്കുന്നത്. ഇച്ചിരിയും കൂടെ ഫ്ലോറൽ ഡിസൈൻ പാറ്റേണിലാണ് വന്നേക്കുന്നത്. അപ്പം ജോമെട്രിക്കൽ ആൻഡ് ഫ്ലോറൽ കോമ്പിനേഷൻസിൽ വന്നേക്കുന്നതാണ് രണ്ടും. ഒരേ ഫാബ്രിക്, ഒരേ പ്രൈസ് റേഞ്ച്, കോഡ് മാത്രം 35ഉം 36. 296ഉം 295ഉം ആണ്. ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയുടെ കോഡാണ് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത് ഞാൻ ഒന്നും കൂടെ വായിക്കാം. ഇപ്പം ജോമെട്രിക്കൽ ഇൻസ്പയർഡ് ആയിട്ട് വന്നേക്കുന്നത് BLD 295 ആണ്. അപ്പോൾ ഗൗരി എടുത്തേക്കുന്നത് 296 ആണ് അല്ലേ? ആൻഡ് പ്ലീറ്റ്സിന്റെ പോർഷൻ അല്ലേ? നല്ല പ്ലീറ്റ്സ് ആട്ടോ, എളുപ്പം പ്ലീറ്റ് എടുത്ത് ചെയ്യും. എളുപ്പം പ്ലീറ്റ് എടുത്ത് തീരുമെന്ന് മാത്രമല്ല, വളരെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത്. യെസ്, ഡ്രേപ്പിസ്റ്റുകൾക്കൊക്കെ ഡ്രേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇച്ചിരി കെയർ കൊടുക്കുക. ആൻഡ് ബ്ലൗസസ് സ്റ്റിച്ച് ചെയ്യുന്നത്, സെൽഫ് ബ്ലൗസസ് സ്റ്റിച്ച് ചെയ്യുന്നവർ ഉറപ്പായിട്ടും ലൈനിങ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. അയൺ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കെയർഫുള്ളായിട്ട് ലോ ഹീറ്റിൽ അയൺ ചെയ്ത് യൂസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഈ ഡിസൈനിൻ്റെ അടുത്ത കളേഴ്സ് നോക്കാം. ഗ്രീൻ ആദ്യം എടുത്തത് കൂടി ഇങ്ങനെ മടങ്ങിയിരിക്കുമ്പോൾ അതിനൊരു ഇച്ചിരി ഷെയ്ഡ് ഡിഫറൻസ് തോന്നുന്നുണ്ട് അല്ലേ? ഷെയ്ഡ് ഡിഫറൻസ് തോന്നുന്നുണ്ട്, നോക്കാം. അല്ല, ആക്ച്വലി ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ സെയിം കളർ ആണോ? സ്ലൈറ്റ് ഒരു വേരിയേഷൻ വരുന്നുണ്ട്. അത് മിക്കവാറും പ്രിന്റിങ്ങിന്റെ ടൈമിൽ വരുന്ന വേരിയേഷൻ ആയിരിക്കാം അല്ലേ? ഡൈയിങ് ആൻഡ് യാൺ ഡൈയിങ്ങിന്റെ ഇടയിൽ വന്നിരിക്കുന്ന വ്യത്യാസം വരുന്നതായിരിക്കും. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് കൂടുതൽ നേരം നമ്മൾ ഡൈ ചെയ്ത് കഴിഞ്ഞാലും ചെറുതായിട്ട് ഇന്റൻസിറ്റിക്ക് അത് ചെറിയ വ്യത്യാസം വരും. അങ്ങനത്തെ വ്യത്യാസങ്ങളാട്ടോ. ഓരോ തവണ ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് വരുന്ന ഹീറ്റ് പ്രോസസ്സിങ്ങിനകത്തും ഒക്കെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് വരും. അപ്പം നമ്മൾ സാരി ഓർഡർ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പം നമ്മൾ എപ്പോഴും ഫോട്ടോ ലൈറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് പോലെ ആ ഫോട്ടോയ്ക്കകത്ത് വരുന്ന ഒരു സ്ലൈറ്റ് വേരിയേഷൻ പോലെ ഡൈയിങ്ങിനകത്ത് ഓരോ തവണ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻ. ഇതിപ്പം ഗ്രീനിൻ്റെ രണ്ട് കോമ്പിനേഷൻ, പക്ഷെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പിടിക്കുമ്പോൾ സെയിം കളർ തന്നെയാണ്, വലിയ വേരിയേഷൻ വരുന്നില്ല. ഇതാണ് എൻ്റെ നെക്സ്റ്റ് 2 കളേഴ്സ്. ഫൈനലി ലാവൻഡർ സ്റ്റോൺ. ഇത് 2129 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. 2129. അപ്പം ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനും അല്ലെങ്കിൽ ഏജ് ബാരിയർ ഇല്ലാതെ അത് എല്ലാവർക്കും കൊടുക്കാൻ കൺവീനിയന്റ് ആണ്. നമുക്ക് വേറെ അൺകംഫർട്ടബിൾ ആയിട്ടൊന്നും തന്നെ ഇല്ല. ഉടുക്കാൻ സുഖമാണ്, വെയിറ്റും തീരെ ഇല്ല, അകത്തുമൊക്കെ ക്ലീൻ ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ്. അതിന്റെ റോങ് സൈഡിലാണെങ്കിലും വളരെ നീറ്റ് ആയിട്ടുള്ള നമുക്കൊന്ന് മറ്റേ നമ്മളുടെ കാഷ്വൽ പ്ലേറ്റ് ഇടുകയാണെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് ഉൾവശം കണ്ടു കഴിഞ്ഞാൽ വൃത്തിയായിട്ടൊന്നുമില്ല. കെയർലെസ് പ്ലേറ്റ് ഇട്ടത് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ പോലും അതിനകത്തൊരു അങ്ങനെ അങ്ങ് പോകുന്ന ഒരു ഫീലാണ്. റോങ് സൈഡ് ആണെന്ന് തിരിച്ചറിയില്ല. അപ്പം വീണ്ടും ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരീസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും കോട്ടൺ സാരി ലവേഴ്സിന് ഒരു നല്ല രസമുള്ള ഒരു ബോർഡർ പാറ്റേണോടുകൂടി വന്നിരിക്കുന്നത് ഒരു ട്രഡീഷണൽ ഫീലിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർ പാലറ്റുമാണ്. അപ്പം നമ്മൾ ആ ഒരു പണ്ട് മുതലേ നമ്മൾ കാണുന്ന കോട്ടൺ സാരീസിനകത്തൊക്കെ ഒരു നല്ല ഭംഗിയുള്ള കുറച്ച് കളേഴ്സ് വരാറുണ്ട്. അതൊരു മ്യൂട്ടഡ് പാലറ്റിലും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ആൻഡ് ഇതിനകത്ത് ബ്രൈറ്റും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇതിനകത്ത് ചെറിയ ചെറിയ വേരിയേഷൻസോട് കൂടിയാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് പ്രിൻസ് ഒക്കെ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിപ്പോൾ നമ്മൾ കറൻ്റ്ലി നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ഒരു സാരീസിന് കൂടുതൽ എൻക്വയറി ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് ദിസ് ഫോർ യു. പക്ഷേ ഇതിനകത്ത് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ, അപ്പോൾ നമുക്ക് ഈ ഒരു കളർ പാലറ്റൊക്കെ സെയിം ആയിട്ട് തന്നെ കിട്ടും. ചിലപ്പോൾ ബ്ലോക്ക് പ്രിൻറ്റിനകത്ത് ചെറിയ പേസ്ലി തന്നെയാണെന്നുണ്ടെങ്കിൽ പേസ്ലി തന്നെ വരുമായിരിക്കും. പക്ഷേ എന്തെങ്കിലും ചെറിയ വേരിയേഷനോട് കൂടി വരുന്ന പേസ്ലീസ് വരാനുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു 2 പേസ്ലീസ് തമ്മിലുള്ള ചെറിയൊരു വേരിയേഷൻ അല്ലേ, അതുപോലെയുള്ള ലുക്സിനകത്തുള്ള വേരിയേഷൻസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. അപ്പോൾ UDFൻ്റെ കോഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 1379 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ടൊന്ന് എടുത്ത് കണ്ട് നോക്കാം കേട്ടോ.
ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ബേജ് ടോണാണ്. അത് നല്ല ഭംഗിയുള്ള ഒരു ബേജ് ഷെയ്ഡ് തന്നെയാണ്. ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സെറി ബോർഡർ ഡീറ്റെയിലിങ്ങിൻ്റെ കൂടെ തന്നെ ആ ഒരു ഔട്ടർ എഡ്ജിൽ ഡാർക്ക് ടോണിലും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോർഡറിലും ബോഡിയിലുമായിട്ടാണ് അതിൻ്റെ ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റഡ് ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത്. 2 കളറിലാണ്. ഒരു റെഡിഷ് പിങ്ക് ഷെയ്ഡും ബ്ലാക്കിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു നല്ല രസമാണ് കേട്ടോ. പല്ലു വന്നിരിക്കുന്നത് ഒരു തേർഡ് കളറും കൂടി അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഔട്ട്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫീലിൽ വന്നിട്ടുള്ള ഒരു ജാൽ പാറ്റേൺ, ഒരു ലീഫി പാറ്റേണിൽ വന്നിട്ടുണ്ട്. അത് റിപ്പീറ്റ് പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് സ്റ്റാച്ച്ഡ് ആയിട്ടാണ് വരിക. ഇപ്പോൾ കോട്ടൺ സാരീസാണ്, പ്യുവർ കോട്ടൺ സാരീസാണ്. അപ്പോൾ സ്റ്റാച്ച്ഡ് ആയിട്ടുള്ള ഫീലിൽ, അപ്പോൾ നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ സ്റ്റാച്ച് ലെവൽ മാറ്റി പിന്നെ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ദെൻ ഈ ഒരു സെയിം ഡിസൈനിൻ്റെ തന്നെ നെക്സ്റ്റ് കളർ വേരിയേഷൻ വന്നിരിക്കുന്നത് ഇത് UDF 123 ആണ്. നെക്സ്റ്റിനകത്ത് ഒരു ഗ്രീനിൻ്റെ ടോണാണ്. അപ്പോൾ ഗ്രീനിൻ്റെയും ബ്രൗണിൻ്റെ ആയിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ബോർഡർ ഡീറ്റെയിലിങ്ങും കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പല്ലുവിൻ്റെ ബ്ലോക്ക് പ്രിൻറ്റിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരുന്നതിൻ്റെ ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു സിഗ്സാഗ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ലൈറ്റ് വേരിയേഷൻസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ഉടുക്കാൻ നമുക്ക് കോട്ടൺ സാരീസ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരാവശ്യമില്ല, ഉടുക്കാൻ സുഖം തന്നെയാണ്. സ്റ്റാച്ച് ലെവൽ നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് മാറ്റിക്കൊള്ളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും സെയിം ആണ്. പക്ഷേ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ബോഡിയിൽ നമുക്ക് വന്നേക്കുന്ന ആ ഒരു പ്രിൻസിൻ്റെ അകത്ത് ഒരു യെല്ലോ ടോണും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ സ്ലൈറ്റ് വേരിയേഷൻസ് ഓരോ പീസസിലും വരും കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പ്രൈസ് റേഞ്ച് ആൻഡ് UDF 124 ആണ്. ഇതിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ അകത്തൊരു പിങ്കും വൈറ്റും കൂടെ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ പിങ്ക് അല്ല, അതൊരു ലൈറ്റ് ബ്രൗൺ ആണ് തോന്നുന്നത്. അങ്ങനെ അതുപോലത്തെ ഉള്ളൊരു ഷെയ്ഡാണ്. ആൻഡ് അതിനകത്ത് നമുക്ക് സെയിം ഒരു സ്റ്റൈല് തന്നെയാണ് ഇതിൻ്റെയും പല്ലുവിൽ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേസ്ലി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഉള്ളിൽ ഫുള്ളായിട്ടുള്ള ഫ്ലോറൽ ഡീറ്റെയിലിങ് വന്നിട്ടുള്ള പേസ്ലിയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ആൻഡ് സെയിം ജറി സ്ട്രൈപ്പോട് കൂടി വന്നിരിക്കുന്ന ബോർഡർ പാറ്റേൺ ആണ് അതിനകത്ത് വരിക. സോ ഇതൊരു ഭയങ്കര ലൈറ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ബ്രൗൺ, ബേജിൻ്റെ ടോണിനകത്ത് ഒരു ചെറിയ ബ്രൗൺ കയറിയിട്ടുള്ള അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡിൻ്റെ ഒരു ബിറ്റ് ഡാർക്കറാണ് എൻ്റെ ബോർഡർ കളർ. അപ്പോൾ ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഒരു റെഡിഷ്, ഒരു ബ്രിക്ക് ഓറഞ്ച് ടോൺ എന്ന് പറയാം. അതെ, ഒരു ബ്രിക്ക് ടോണിലോട്ട് പോയിട്ടുള്ള ഓറഞ്ചിൻ്റെ കൂടെ മറൂൺ ബോർഡറാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. ബോഡിയിലും സ്കാറ്റേർഡ് ആയിട്ട് ആ ഒരു മോട്ടീഫ് വന്നിട്ടുണ്ട്. സോ ഐ ലൈക്ക് ദ മോട്ടീഫ്. എനിക്ക് നല്ല രസമായിട്ട് എനിക്ക് അതിൻ്റെ പേസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്ന ലുക്ക്. ദിസ് ഇസ് ഓൾ പെർഫെക്റ്റ് ഫോർ വർക്ക് വെയർ. നമ്മളിപ്പോൾ ചില ആളുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു സ്റ്റൈൽ ഉണ്ടാവും, ഒരു പേഴ്സണൽ സ്റ്റൈൽ. അത് കോട്ടൺ സാരീസിൽ പ്രത്യേകമായിട്ട് അവർ ദേ ക്യാൻ പുൾ ഓഫ് ദാറ്റ് ലുക്ക് എന്നൊക്കെ പറയാം നമുക്ക്. സോ നെക്സ്റ്റ് ഇസ് UDF 127. ഇത് കുറച്ചും കൂടി ആ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഷെയ്ഡ്സ് വന്നിരിക്കുന്നത്. വിത്ത് ഓറഞ്ച് ഡാർക്ക് മറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ലുക്കാണ്. ദിസ് ഇസ് ഓൾസോ നൈസ്. ഇതൊരു പേസ്ലിയുടെ തന്നെ വേറൊരു വേരിയേഷനായിട്ട് നോക്കാം. ഒരു ട്രഡീഷണൽ മോട്ടീഫാണ്. സിഗ്സാഗ് ലുക്കിൽ വന്നിട്ടുള്ള പല്ലു. ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. ഇതൊക്കെ ഉടുക്കുമ്പോൾ ഭയങ്കര ഭംഗി. ഇത് പ്ലേറ്റഡ് ആയിട്ട് ഉടുക്കുമ്പോഴും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഒരു ഡബിൾ ഷെയ്ഡാണ് ആ ഓറഞ്ചിനകത്ത് കൊണ്ടുവന്നിരുന്നത്. നെക്സ്റ്റ് വൺ ഒരു ഗോബി ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. ഇത് നല്ലൊരു ട്രഡീഷണൽ, നമുക്കൊരു നമ്മുടെ കാഞ്ചി കോട്ടൺസിനൊക്കെ അകത്തൊക്കെ വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതുപോലത്തെയുള്ള ഒരു ലുക്കാണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് UDF 125. എല്ലാം 1379 റേഞ്ചിൽ തന്നെ വന്നിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോട്ടൺ സാരീസാണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് ഫൈനലി ഒരു ലെമൺ യെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഡിസൈൻ വേരിയേഷൻ ഓഫ് എ ഗോബി ആൻഡ്
പേസ്ലിയുടെ തന്നെ ഒരു സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത് ഫോർ ദി പല്ലു. സെയിം കോൺസെപ്റ്റിൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിൽ വന്നിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ഡിസൈൻ വേരിയേഷൻ ആണല്ലോ. എല്ലാം സാരി സെയിം ഡിസൈൻ. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട്. UDFൻ്റെ 123 തൊട്ട് 127 വരെയുള്ള കോഡ്സാണ്. എല്ലാം 1379 റേഞ്ചിലുമാണ് വന്നിരിക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്. കട്ട് വർക്ക് സാരീസ്. നമ്മൾ കുറച്ച് നാളായില്ലേ കട്ട് വർക്ക് സാരീസിൻ്റെ വീഡിയോസ് കണ്ടിട്ട്. ഇന്ന് നമ്മുടെ തലയോലപ്പറമ്പ് സ്റ്റോറിലാണ് ഞാനുള്ളത്. ഞാനിവിടെ നമ്മൾ ഹാങ് ചെയ്ത് കിടക്കുന്ന റാൻഡമായിട്ടുള്ള 2 കട്ട് വർക്ക് സാരീസ് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള സാരീസാണ്. ഇതല്ല ഇന്ന് വീഡിയോയിൽ എടുക്കുന്നത്, എന്നാലും നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വേണ്ടോ, ഇതെല്ലാം ടസറിൽ വന്നേക്കുന്നതാണ്. ടസർ സിൽക്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിൽ നമ്മൾ കട്ട് വർക്ക് സാരീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത് ടസർ സിൽക്കിൽ വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളക്ഷനായിരുന്നു. അതുകൊണ്ട് ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് ബേജ് കോമ്പിനേഷനിൽ ടീൽ ഗ്രീൻ കളറിലുള്ള എംബ്രോയിഡറി വന്നിരിക്കുന്ന കളക്ഷൻ. ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇതാണ്. സെമി സിൽക്കിൽ വരുന്ന കളക്ഷൻ, കോട്ടയിൽ വരുന്ന കളക്ഷൻ, ടിഷ്യൂ ടസറിൽ വരുന്ന കളക്ഷൻ, അങ്ങനെ ഒരുപാട് കളക്ഷൻ നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സെമി ടസർ ഫാബ്രിക്കിൽ, സെമി ടസർ ഫാബ്രിക് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നു. ഓഫ് വൈറ്റ് ആൻഡ് ഗ്രേയുടെ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിരിക്കുന്ന നോയിൽ ടസറിൻ്റെ സെയിം ഫിനിഷുള്ള സെമി ടസർ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കട്ട് വർക്ക് സാരിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രോഡക്റ്റ് കോഡ് വരുന്നത് TC 285 ആണ്. പ്രൈസ് 4799. ഇനി ഈ സാരി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതിൽ ഒരു ആഷും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വന്നേക്കുന്നത്. ഓഫ് വൈറ്റും ആഷും കൂടെ മിക്സ് ചെയ്തിട്ട് ലൈറ്റർ ഒരു ഡ്രോപ്പ് ഓഫ് ആഷ് കളർ വീണാൽ എങ്ങനെ ഇരിക്കുക, ഓഫ് വൈറ്റിൽ ആ ഒരു ടോണിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് ലൈറ്റ് പീച്ച് ടോണിലുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, ഫുൾ സ്കാലപ്പും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറൽ പാറ്റേൺസ് ആണ് കട്ട് വർക്ക് ചെയ്തേക്കുന്നത്. ഒരു ലൈറ്റ് പീച്ചിൽ വളരെ സോബറായിട്ടുള്ള കളർ പാലറ്റ് വന്നേക്കുന്ന ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. ഇങ്ങനെയാണ് സാരി ഓപ്പൺ ചെയ്യുമ്പോൾ ഫുൾ ഈ ഓഫ് വൈറ്റ് കളറിൽ സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ട് വന്നിരിക്കുന്ന സാരി. ഇങ്ങനെയാണ് സാരിയുടെ അപ്പർ പോർഷനിൽ പ്ലീറ്റ് ചെയ്ത് കൊടുക്കാനും അല്ലെങ്കിൽ 1 ലെയർ ആയിട്ട് കൊടുക്കാനും 2 രീതിയിൽ കൊടുക്കുന്ന രീതിയിലാണ് ഇതിലെ ഡിസൈൻ പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇവിടെ 1 ലെയർ ആണെങ്കിൽ ഈ ചെസ്റ്റ് പോർഷനിലൊരു ഡിസൈൻ, അതുപോലെ തന്നെ 2 ഡിസൈൻ കണ്ടോ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്ത് വരുന്ന പോർഷനിൽ 2 ഡിസൈൻ. പിന്നെ പല്ലുവിൽ ഇതാ ഇങ്ങനെയാണ് പല്ലുവിൻ്റെ കോർണറിൽ ഫുൾ സാരിയിൽ ഇതുപോലെ സ്കാലപ്പ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ വന്നിരിക്കുന്നതാണ് ഈ 2 ഡിസൈൻസ് കേട്ടോ. ബ്ലൗസിൻ്റെ സ്ലീവിൽ വരാൻ പാകത്തിനാണ് ഈ 2 ഡിസൈൻ. പിന്നെ വന്നിരിക്കുന്നത് റൈറ്റ് ലെഗ് പോർഷനിലാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് വൺ TC 285 ആണ് പ്രോഡക്റ്റ് കോഡ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 4799 ആണ് കേട്ടോ. ഇതൊരു കളക്ഷൻ. ഇനി നമുക്ക് അടുത്തൊരു സാരിയും കൂടെ ഓപ്പൺ ചെയ്ത് കാണാം. ഇനി ഇതാണ്ടോ, ഇത് 2 സാരീസ് ഒരേ ഡിസൈൻ കോൺസെപ്റ്റിൽ വന്നിരിക്കുന്ന 2 സാരീസ്. ഒരു സ്ലൈറ്റർ ആയിട്ടുള്ള കളർ വേരിയേഷൻ ഉണ്ട്. ഇത് ടസറിൽ ടിഷ്യൂ സിൽവർ കളറിലുള്ള ടിഷ്യൂ വീവിങ് വന്നിരിക്കുന്ന സാരിയാണ്. അതിൽ കട്ട് വർക്ക് വന്നേക്കാണ്. ഇത് ടസർ പ്യുവർ ടസർ സിൽക്ക്, ദേശി ടസർ സിൽക്കിൽ കട്ട് വർക്ക് വന്നിരിക്കുന്നത്. സെയിം ഡിസൈൻ ഡീറ്റെയിലിംഗ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15,000. ഇത് വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുള്ള വീഡിയോ ആണ്. 15,399. അതിൻ്റെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു, റെപ്ലിക്ക ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇത് പുതിയ പ്രോഡക്റ്റാണ്. ടിഷ്യൂ ടസർ സാരി വിത്ത് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. സിൽവർ കളർ ടിഷ്യൂ ആണ് കേട്ടോ ഇതിൽ വന്നേക്കുന്നത്. സിൽവർ കളർ ടിഷ്യൂ, ബേജ് ബോഡി ആൻഡ് ബേജ് കളർ ബോഡിയും ഒരു വാടാമുല്ലയുടെ ഒരു ടോണിൽ വന്നേക്കുന്ന പല്ലുവാണ് വന്നേക്കുന്നത്. സെയിം ടോണിലുള്ള മുന്താണിയുടെ ടോണിലുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. അതെല്ലാം ഫ്ലോറൽ പാറ്റേൺ ആണ്. ഫുൾ സാരിയിൽ ഇതുപോലെ സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് സെയിം ടിഷ്യൂ ഫിനിഷിൽ വരുന്ന ബ്ലൗസും കൂടിയാണ് പെയർ ചെയ്തേക്കുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ്സിലും ഇതേപോലെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇനി സാരിയുടെ ഓപ്പൺ ലുക്ക് കണ്ടോ. ഈ ഒരു സാരി ഇതിൻ്റെ സെയിം തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കിൽ ദേശി ടസറിൽ ടിഷ്യൂ വീവിങ് വന്നിരിക്കുന്ന സാരിയാണിത്. ഇതിൽ ഫുള്ളായിട്ട് കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ.
ഇതിൻ്റെ പ്രോഡക്റ്റ് കോഡ് വരുന്നത് TC271 ആണ്. പ്രൈസ് വരുന്നത് 16,399. ഇതേ സെയിം കോൺസെപ്റ്റിൽ തന്നെ ടിഷ്യൂ ഫിനിഷ് ഇല്ലാത്ത ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഇതിന് വരുന്ന പ്രൈസ് 15,399 ആണ്. ഇതിൻ്റെ കോഡ് വരുന്നത് TC272 ആണ്. രണ്ട് പ്രോഡക്ട്സും ഇതിപ്പം നമ്മൾ ഒരു ലൈറ്റിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഷൈനിങ്, നല്ലൊരു ഗ്രാൻഡ് ലുക്കുള്ള സാരിയാണ് TC271. ആൻഡ് ഈ സാരി വന്നിരിക്കുന്നത് TC272. ഈ രണ്ട് സാരീസും ഞാനിപ്പോൾ ഡ്രേപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സാരി TC271 ആണ്. പ്രൈസ് വരുന്നത് 16,399. അതേ സെയിം ഡിസൈൻ തന്നെ ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള ഒരു വാടാമുല്ല ഷെയ്ഡി വന്നേക്കുന്ന ഡിസൈൻ ഡീറ്റെയിലിംഗ് ആണ്. ബോഡി വന്നേക്കുന്നത് പ്ലെയിൻ ദേശി ടെസർ സാരി, പ്ലെയിൻ ദേശി കളറിലും. പല്ലു വന്നേക്കുന്നത് ഒരു വാടാമുല്ല ഷെയ്ഡിലുമാണ്. സെയിം ഡിസൈൻ ഡീറ്റെയിലിംഗ് തന്നെ. ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് TC271 ആണ്. ഇത് TC272 ആണ്. 15,399 ആണ് കേട്ടോ. അപ്പം ഈ രണ്ട് സാരീസിൻ്റെയും ഡ്രേപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store.